നമസ്കാരം. അറിവിന്റെ വിസ്മയച്ചിപ്പുമായി IQ മാസ്റ്ററിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളെല്ലാം റെഡിയല്ലേ? നല്ല ആവേശത്തിലല്ലേ? ഞാനും നല്ല ആവേശത്തിലാണ്. കാരണം തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, നിങ്ങളുമായിട്ട് ചോദ്യം പങ്കുവെക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുകയാണ് ഓരോ പുതിയ പുതിയ പാഠങ്ങൾ, അല്ലേ? നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നു, നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളിലൂടെ ഞാൻ പഠിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ പുതിയ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ലോകത്തേക്ക് കടന്നു പോകാനുള്ള അവസരമാണ് എൻ്റെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. നമുക്ക് മാത്രമല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോഴും അറിവ് എന്ന് പറയുന്നതാണ് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത്, അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ അറിയുക. പക്ഷേ എൻ്റെ കുട്ടികളോട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ വരുന്ന സമയത്ത്, നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരുപാട് അറിവുള്ള കുട്ടികളാണ് എന്ന് പറയും. ഈ പറയുന്ന സമയത്തും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അറിവ് എന്ന് പറയുന്നത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അറിവിൻ്റെ ലോകം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ഒരുപാട് അറിയാനുണ്ട് നമുക്ക്. എത്രമാത്രം നമ്മൾ അറിയുന്നുവോ അത്രമാത്രം വീണ്ടും വീണ്ടും അറിയാനുണ്ടെന്നുള്ള ബോധം വേണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു ഒഴിഞ്ഞ കപ്പ് പോലെ വേണം നമ്മൾ കൊണ്ടു നടക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അതിനകത്തേക്ക് ഒഴിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ ഒഴിക്കില്ല ആരും. നമുക്കെല്ലാം അറിയാം എന്ന് നമ്മൾ ഭാവിച്ചു കഴിഞ്ഞാൽ പുതിയ അറിവുകൾ ഒഴിച്ചു തരാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയ രസകരമായൊരു കഥ പറയാം. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ശാന്തിനികേതനിൽ നിന്ന് പുസ്തക വായനയ്ക്ക് വേണ്ടി തൻ്റെ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. ഒരു ചെറിയ അരുവിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത്, പുഴയിലൂടെ യാത്ര ചെയ്ത് അങ്ങ് ദൂരെ അർദ്ധരാത്രിയിൽ പോയി ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ അദ്ദേഹം പുസ്തകം വായിക്കുമായിരുന്നു. ഒരു ദിവസം ഇതുപോലെ തന്നെ രാത്രി അർദ്ധരാത്രിയിൽ അദ്ദേഹം പുസ്തകവും എടുത്ത് തൻ്റെ ഹൗസ് ബോട്ടിൽ ഒരു പുഴയിലൂടെ സ്വയം തുഴഞ്ഞ് അദ്ദേഹം പോയി. അങ്ങ് ദൂരെ പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാ മരങ്ങളും കൂടി നിൽക്കുന്ന, ഈ പുഴയുടെ അരികിലെല്ലാം മരങ്ങൾ കൂടി നിൽക്കുന്ന തണൽ വിരിച്ചൊരു സ്ഥലത്ത് നല്ല നിലാവുള്ളൊരു രാത്രിയിൽ അദ്ദേഹം അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു പുസ്തകമായതുകൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ അസ്വസ്ഥത വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ആ പുസ്തകം അടച്ചു വെച്ച് തൻ്റെ മുമ്പിലിരിക്കുന്ന മെഴുകുതിരി ഊതിക്കെടുത്തി. അത് ഊതിക്കെടുത്തിയ നിമിഷം അദ്ദേഹം കണ്ടു, ജനൽ അഴികൾക്കിടയിലൂടെ നിലാവ് പതഞ്ഞൊഴുകി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. പക്ഷേ അതുവരെ അദ്ദേഹം നിലാവിനെ കണ്ടിരുന്നില്ല. അദ്ദേഹം നേരെ ഹൗസ് ബോട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കുന്ന സമയത്ത് ഇലകളിൽ മുഴുവൻ നിലാവിങ്ങനെ പതഞ്ഞ് പാൽപ്പത പോലെ കിടക്കുന്നു. പുഴയിൽ മുഴുവൻ നിലാവ് പതഞ്ഞ് കിടക്കുന്നു. അദ്ദേഹം അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി, ആ നിലാവ് എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെളിച്ചം എന്ന് ധരിച്ച ആ മെഴുകുതിരി വെട്ടം ആ നിലാവിനെ എന്നിൽ നിന്നും തടഞ്ഞു നിർത്തുകയായിരുന്നു. എപ്പോൾ ഞാൻ അറിവാണ് എന്ന് കരുതിയ ആ വെളിച്ചം ഞാൻ ഊതിക്കെടുത്തിയോ ആ നിമിഷം നിലാവ് എന്നിലേക്ക് പതഞ്ഞൊഴുകി വന്നു എന്നുള്ളത്. ഇതിനകത്ത് വലിയ പാഠമുണ്ട്. എന്താണ്? നമുക്കറിയാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ ഊതിക്കെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റ് അറിവുകൾ നമ്മളിലേക്ക് വരികയില്ല എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ പഠിക്കുവാൻ വേണ്ടി വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ചോദ്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കടമയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി, നിങ്ങളുടെ അറിവിലേക്കായി കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് റെഫർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മുടെ സ്കോർ ബോർഡിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സോ വാച്ച് ഹിയർ. ഇതുവരെ കിട്ടിയ മാർക്ക് ഇതാണ്. ടീം എ 40 മാർക്സ്, ടീം ബി 50 മാർക്സ്, ടീം സി 30 മാർക്സ്, ടീം ഡി 10 മാർക്സ്, ടീം ഇ 40 മാർക്സ്, ടീം എഫ് 40 മാർക്സ്, ടീം ജി 20 മാർക്സ്. ടീം എച്ചിന് ഇതുവരെ മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവസരങ്ങൾ ഇനിയും മുന്നിൽ ഒരുപാട് ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉജ്ജ്വലമായിട്ട്, കുറച്ചുകൂടി കോൺസെൻട്രേഷനോടുകൂടി ഇതിൽ പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത് കേരള ചരിത്രവും ഭാരതത്തിൻ്റെ ചരിത്രവുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ എന്തായിരിക്കും ചർച്ച ചെയ്യുക? ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി, അല്ലേ? ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നടന്നു കയറുന്നു. കേരളത്തിൽ നിന്ന് ഭാരതത്തിലേക്കും, ഭാരതത്തിൽ നിന്ന് ലോകത്തിലേക്കും. ഓക്കെ, റെഡി? ഓക്കെ, 1ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. വാച്ച്. ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദി ബർത്ത് ഇയർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്? എ 570, ബി 680, സി 490, ഡി 790. ചോദ്യം ആവർത്തിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ച വർഷം ഏത്? 570, 680, 490, 790. So it's your turn. Yes.
GHSS ഉദിനോ. നമ്മൾ കഴിഞ്ഞ 2 സെഗ്മെൻറ്റുകളിൽ 2 എപ്പിസോഡുകളിൽ മാർക്ക് കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ പകരം ചോദിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഈ തരത്തിൽ ഉജ്ജ്വലമായ പ്രകടനമാണ് വേണ്ടത്, പക്ഷേ ഉത്തരം ശരിയാവണം. ഓക്കെ, നമുക്ക് നോക്കാം. സോ വാട്ട്സ് യുവർ ആൻസർ? 8570. യു സെലക്ടഡ് എ, ഓപ്ഷൻ എ, AD 570 അല്ലേ? നമ്മൾ കൂടുതൽ കൺഫ്യൂഷനിലേക്കൊന്നും പോകുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ആൻസർ ക്യൂബിനോട് ചോദിക്കാം. ഇറ്റ്സ് ഹിയർ. വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കയ്യടി കൂടി കൊടുക്കും. ഇതെന്തിനാണെന്നറിയാമോ രണ്ടാമത്തെ കയ്യടി കൊടുത്തത്? ഇതൊരു വാശിയാണ് അല്ലേ? ഇനി നമ്മൾ മാർക്ക് വാങ്ങിച്ച് ഉഗ്രനാക്കാൻ പോകുന്നു അല്ലേ? ഉജ്ജ്വലമാക്കാൻ പോകുന്നു. ഒന്ന് അതിനുള്ള ഒരു ഇതാണ് വേണ്ടത്. നമുക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു വാശിയൊക്കെ വേണം. അതേസമയം മത്സരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോടായിരിക്കണം നമ്മൾ മത്സരിക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളോടല്ല മത്സരിക്കേണ്ടത് നമ്മുടെ ന്യൂനതകളോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള അലസതയോട് നമ്മൾ മത്സരിക്കണം. നമ്മളുടെ മനസ്സിലുള്ള കോപത്തോട്, ക്രോധത്തോട് നമ്മൾ മത്സരിക്കണം. നമ്മളുടെ മനസ്സിലുള്ള അഹങ്കാരത്തോട് നമ്മൾ മത്സരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് വിജയിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് സന്തോഷമുണ്ട്. അതുമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എപ്പിസോഡിൽ ആദ്യം ചോദിച്ച ചോദ്യം പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. വെൽക്കം ബാക്ക് ടു IQ മാസ്റ്റർ വിത്ത് വണ്ടർഫുൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇനി ഇതാ രണ്ടാമത്തെ ചോദ്യം. ഉജ്ജ്വലമായി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The question is, Western philosophy stands on the bedrock of this philosopher who was poisoned. A. Plato, B. Socrates, C. Aristotle, D. Thales. പാശ്ചാത്യ തത്വശാസ്ത്രത്തിന് അടിസ്ഥാനം നിർമ്മിച്ച വ്യക്തി ഇദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, തെയിൽസ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ പ്ലീസ്. ഈ ആണ് പ്രസിദ്ധീകരിക്കുന്നത് ബാവൻസ് വിദ്യാമന്ദിർ. ഓക്കെ, ഓപ്ഷൻ ബി സോക്രട്ടീസ്. ഓപ്ഷൻ ബി സോക്രട്ടീസ്. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഈ 3 പേരെപ്പോഴും കൺഫ്യൂഷനാക്കും നമ്മളെ. ആരൊക്കെയാണെന്നറിയാം? ഈ സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും എപ്പോഴും കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കും. എനിക്കെപ്പോഴും കൺഫ്യൂഷനാണ്. ഈ 3 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇതിനകത്ത് ആദ്യം, രണ്ടാമത് ശിഷ്യൻ ആരാണ്, വീണ്ടും ശിഷ്യൻ. 3 പേരും അങ്ങനെ റിലേറ്റഡ് ആണ് അല്ലേ? ഒരാൾ ഗുരുവാണ്, ഗുരുവിൻ്റെ ശിഷ്യനാണ്, ശിഷ്യൻ്റെ ശിഷ്യനാണ്. അങ്ങനെ 3 പേര് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും കൺഫ്യൂഷനാണ്. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, സോക്രട്ടീസ്, ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഉണ്ട്, ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ തീർക്കാൻ എനിക്ക് സാധിക്കില്ല. കൺഫ്യൂഷൻ തീർക്കാൻ നമ്മുടെ ആൻസർ ക്യൂബിന് മാത്രമേ സാധിക്കൂ. നമ്മൾ ആൻസർ ക്യൂബിലേക്കാണ് പോകുന്നത്. ലുക്ക് ഹിയർ. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്, സോക്രട്ടീസ്. ഓക്കെ, ഞാൻ ഈയിടെ അയർലൻഡിൽ പോയിരുന്നു. അയർലൻഡിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ട്രിനിറ്റി കോളേജ് എന്ന് പറയുന്നൊരു കോളേജ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ട്രിനിറ്റി കോളേജ്? നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ സാധിക്കുകയാണെങ്കിൽ എൻ്റെ മക്കളെ ട്രിനിറ്റി കോളേജിൽ പോകണം. ആ ട്രിനിറ്റി കോളേജിലുള്ളത് 60 ലക്ഷം ബുക്കുകളാണ് ലൈബ്രറിയിലുള്ളത്. 60 lakhs. നമ്മളൊരു 5 ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ സാധിക്കാത്ത അത്രമാത്രം ബുക്കുകളുണ്ട്. അതിനകത്ത് നമ്മൾ ലൈബ്രറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇല കൊണ്ട് പച്ചില ചാലിച്ച് എഴുതിയ മാൻതോലിൻ്റെ പുറത്തെഴുതിയിട്ടുള്ള അക്ഷരങ്ങളാണ്. ഏതോ യുഗങ്ങളിൽ എഴുതി വെച്ച പുസ്തകങ്ങൾ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ലൈബ്രറിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 60 ലക്ഷം പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ മനോഹരമാണ്. അവിടെയുണ്ട് ഈ വ്യക്തിയുടെ സ്റ്റാച്യു ഉണ്ട്. ആരുടെ? അരിസ്റ്റോട്ടിലിൻ്റെ. അരിസ്റ്റോട്ടിലിൻ്റെ സ്റ്റാച്യു ഉണ്ട്, പ്ലാറ്റോവിൻ്റെ സ്റ്റാച്യു ഉണ്ട്, സോക്രട്ടീസിൻ്റെ ഉണ്ട്. ഈ ഹെംലോക്ക് എന്ന് പറയുന്ന ഒരു വിഷം കൊടുത്തിട്ടാണ് സോക്രട്ടീസിനെ കൊന്നത്. അതിൻ്റെ കാരണം എന്താ അറിയാമോ നിങ്ങൾക്ക്? സോക്രട്ടീസ് ഒരു ഫിലോസഫറായിരുന്നു. പക്ഷേ സോക്രട്ടീസ് അതുവരെ ആളുകൾ മുഴുവൻ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ ഫിസിക്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു. പക്ഷേ സോക്രട്ടീസ് ആദ്യമായി മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നി. ചെറുപ്പക്കാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, ഉജ്ജ്വലരാക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ഇന്നീ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷം കിട്ടുമായിരുന്നു അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമില്ലായിരുന്നു. അന്നത്തെ യുവാക്കളെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു സോക്രട്ടീസിൽ വന്ന ഏറ്റവും വലിയ
കുറ്റം ആരോപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നത്. പക്ഷേ സോക്രട്ടീസ് ഈ ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത മഹത്തായ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കാലത്തും ലോകം അവസാനിക്കുന്നവരെ വിസ്മരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സോക്രട്ടീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത്, ഒരു വാചകമെന്ന് പറയുന്നത്, എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം. അദ്ദേഹം ഒരു അറിവുള്ളവനാണെന്ന് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഇത് മനോഹരമാണ് അല്ലേ? എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അത്രമാത്രം അറിവുള്ള ഒരാളങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ മനോഹാരിത കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം അറിവ് നേടിക്കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും ഈ മാവിൻ്റെ മുകളിൽ മാങ്ങയുണ്ടാകുന്ന സമയത്ത് തല കുനിച്ച് കൊടുക്കുന്നത് പോലെ വിനയം നമുക്ക് വേണം. അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം, വാച്ച് ഹിയർ ടു സ്ക്രീൻ. The question is, who was the British chief at the time of India's independence? A. Mountbatten, B. Clement Attlee, C. Rutherford, D. Clive. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? മൗണ്ട്ബാറ്റൻ, ക്ലെമന്റ് ആറ്റ്ലി, റൂദർഫോർഡ് ആൻഡ് ക്ലൈവ്. ആൻഡ് ദിസ് ഈസ് യുവർ ടൈം. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ടീം D ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ചോദ്യം വ്യക്തമായി ശ്രദ്ധിച്ചിട്ടാണല്ലോ അല്ലേ? സോ ടെൽ മീ, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി, ക്ലെമന്റ് ആറ്റ്ലി. ഓപ്ഷൻ ബി, ക്ലെമന്റ് ആറ്റ്ലി. നമ്മൾ സാധാരണ കേൾക്കുന്ന പേര് മൗണ്ട് ബാറ്റൺ എന്നൊക്കെയാണ് അല്ലേ? പക്ഷേ യു സെലക്റ്റഡ് ക്ലെമന്റ് ആറ്റ്ലി. ഒരു പ്ലസൻ്റ് അല്ല. പ്ലസൻ്റ് ആണോ? നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ പ്രസ് ചെയ്തിരിക്കുന്നത്? ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിലേക്ക് കടന്നു പോകാം. ആൻഡ് ഇറ്റ്സ് ഹിയർ. സോ കൺഗ്രാജുലേഷൻസ്, ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇത്രയും വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പോലും നിങ്ങളെല്ലാവരും നല്ല മണിയായിട്ട് ആൻസർ പറയുന്നു എന്നുള്ളത്. അതുകൊണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രമാത്രം ബുദ്ധിപരമായിട്ട് വികസിച്ച കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് നന്മയുടെ സന്ദേശങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംവദിക്കുന്നു അല്ലേ? ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്തും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംവദിച്ച് നല്ല കുട്ടികളാക്കി, നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ IQ മാസ്റ്റർ എന്ന പരിപാടിയുടെ ലക്ഷ്യം. അല്ലാതെ മാർക്ക് വാങ്ങിക്കുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ലക്ഷ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സോ ലുക്ക് ടു ദി സ്ക്രീൻ. ഇതാണ് ചോദ്യം. 100 year of battle was between England and അമേരിക്ക, ഫ്രാൻസ്, മെക്സിക്കോ, ജർമ്മനി. ചോദ്യം ആവർത്തിക്കുന്നു. ഇംഗ്ലണ്ടും ആരും തമ്മിലായിരുന്നു 100 വർഷം നീണ്ടുനിന്ന യുദ്ധം? അമേരിക്ക, ഫ്രാൻസ്, മെക്സിക്കോ, ജർമ്മനി. And it's your turn, please. Once again, Bhavans Vidya Mandir, Team E. Yes, your answer, please. Option B, France. Option B, France. Answer ക്യൂബിലേക്ക് കടന്നു പോകാം. And it's here. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ആൻസർ. ഇന്നത്തെ ദിവസം കുഴപ്പമില്ലല്ലോ. ഒരു ചോദ്യം പോലും ഇതുവരെ തെറ്റിയിട്ടില്ല. ചോദ്യം തെറ്റിയില്ല എന്നല്ല, ഒരു ഉത്തരവും ഇതുവരെ തെറ്റിയിട്ടില്ല അല്ലേ? ചോദ്യങ്ങളൊക്കെ പലതവണ തെറ്റി, പക്ഷേ ഉത്തരം ഇതുവരെ തെറ്റിയില്ല. നല്ല നല്ല കുട്ടികൾ. ചിലരൊക്കെ ഹാപ്പിയാണ്, ചിലർ ഹാപ്പി അല്ല. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ ലുക്ക് ടു ദി സ്ക്രീൻ. അഡോൾഫ് ഹിറ്റ്ലർ വാസ് ബോൺ ഇൻ ഫ്രാൻസ്, റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ. ചോദ്യം ആവർത്തിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് എവിടെയാണ്? ഫ്രാൻസിലാണ്, റഷ്യ, പ്രഷ്യ, ഓസ്ട്രിയ. ഇതിലേത് രാജ്യങ്ങളിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഈസ് യുവർ ടേൺ. ഹു ഈസ് ദാറ്റ്? യാ, ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, എറണാകുളം. ഓക്കെ. Option D, Austria. ഓപ്ഷൻ ഡി, ഓസ്ട്രിയ.
ഇതിനിടയ്ക്ക് നിങ്ങളോട് ചിരിക്കുമ്പോഴേ ഈ എന്താണ് കറക്റ്റാണ്, യെസ് ആണോ നോ ആണോ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ചിരിക്കുമ്പോൾ തിരിച്ച് കിട്ടുന്നൊരു ചിരിയുണ്ടല്ലോ, ഇത് സുന്ദരമാണ് കേട്ടോ. നമ്മൾ കാത്തിരിക്കണ്ട അല്ലേ, കാത്തിരിക്കണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം പ്ലീസ്. ആഹാ, വെരി ഗുഡ്. ഓസ്ട്രിയയിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലേക്ക് വരുന്ന സമയത്ത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കണ്ടിട്ട് ജർമ്മനിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഭീകരമാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. ഭീകരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ആളുകളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വരിയായിട്ട് കയറ് കെട്ടിയിട്ടിരിക്കുകയാണ് തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നമ്മൾ അവിടെ ആളുകളെ അടുക്കിയിടാൻ വേണ്ടിയിട്ടേ കൊച്ചു ബർത്തുകളാണ്. ഒരു ബർത്തിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൈയൊന്ന് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്രമാത്രം അസ്വാതന്ത്ര്യം അനുഭവപ്പെടുന്ന രീതിയിലാണ് ആളുകൾ അടുക്കിയിടുന്നത്. പിന്നെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ടോയ്ലറ്റിലിരിക്കാൻ വേണ്ടി ടോയ്ലറ്റുകൾ നിരനിരയായി ഉണ്ടാക്കിയ ടോയ്ലറ്റുകളാണ്. അതായത് ഒരാളിരിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്താണ് മറ്റൊരാളിരിക്കുന്നത്. അത്രമാത്രം ക്രൂരമായിട്ടുള്ള, എത്രമാത്രം ക്രൂരമാണ് അത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു രീതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അവിടെ പോയി പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക്? ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ, അവിടെ നമ്മൾ ചെന്നിരുന്നെങ്കിൽ, ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. കാണാം സ്ക്രീനിൽ ചോദ്യം. ബാറ്റിൽ ഓഫ് തെർമോപൈൽ വാസ് ബിറ്റ്വീൻ ഗ്രീസ് ആൻഡ് എ ഇന്ത്യ, ബി ഫ്രാൻസ്, സി പേർഷ്യ, ഡി മാസിഡോണിയ. ഒരിക്കൽ കൂടി നമ്മൾ ആവർത്തിക്കാം ചോദ്യം. തെർമോപൈലിലെ യുദ്ധം ഗ്രീസും ആരും തമ്മിലായിരുന്നു? ഇന്ത്യ, ഫ്രാൻസ്, പേർഷ്യ, മാസിഡോണിയ. ആൻഡ് ഇറ്റ്സ് യുവർ ടേൺ. ഓക്കെ, ചമ്പക്കുളം, ആലപ്പുഴ. ചോദ്യം കൃത്യമായിട്ട് കേട്ടിട്ടാണല്ലോ? ആണോ? ബാറ്റിൽ ഓഫ് തെർമോപൈൽ, പറഞ്ഞോളൂ. ഓപ്ഷൻ സി പേർഷ്യ. ഓപ്ഷൻ സി പേർഷ്യ. ലെറ്റ് us see. കാണാം. ഇന്ന് നല്ല രസമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇത് ഉഗ്രനാവുന്നുണ്ട്. ഏത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടികൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് എന്നിലുണ്ടാവുന്നൊരു ആഹ്ലാദം എത്രയാണെന്നറിയാമോ? വല്ലാത്തൊരു എൻ്റെ കോശങ്ങളൊക്കെ അങ്ങ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സത്യം, അത്രമാത്രം ആനന്ദമുള്ള നിമിഷങ്ങളാണ്. നിങ്ങൾ ഉത്തരം പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രക്ഷിതാക്കളേക്കാൾ കൂടുതൽ, പ്രേക്ഷകരേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. കറക്റ്റ് ആൻസറുകൾ പറയുന്ന സമയത്ത്. ഉത്തരം തെറ്റുമ്പോൾ വല്ലാത്ത വിഷമമാണ് നമുക്ക്. ഈ ബാറ്റിൽ ഓഫ് തെർമോപൈൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെ, ആ യുദ്ധത്തെ ആസ്പദമാക്കിയിട്ട് സിനിമയുണ്ട്. പറ. 300 കണ്ടിട്ടുണ്ടോ സിനിമ? 300. അതിനകത്ത് ഒറ്റ കാര്യമുള്ളത്, ഗ്രീസിലെ ഒരു ഗ്രൂപ്പ് അല്ലേ, 300 പേരാണ് ലക്ഷക്കണക്കിന് ആളുകളോട് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ അവരുടെ ധീരത, നെഞ്ച് വിരിച്ചു നിന്ന്, മാറ് വിരിച്ചു നിന്ന് ഒരു ലക്ഷക്കണക്കിന് ആളുകളോട് യുദ്ധം ചെയ്യുകയാണ്. അവർ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ കാണിച്ച അവരുടെ ആവേശം, അവരുടെ ധീരത, ഏത് വെല്ലുവിളിയെയും ഏത് പ്രതിസന്ധികളെയും ചവിട്ടിത്തെറിപ്പിക്കാനുള്ള അവരുടെ വ്യഗ്രത, ആ വ്യഗ്രതയാണ് നമ്മൾ സംഭവിച്ചു കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ധീരത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സോ ലുക്ക് ദ name of the person who took South Indian martial arts and is considered the father of all karate kung fu forms. Buddha, Shaolin, Bodhidharma, Zen. കരാട്ടെ കുംഫു അടക്കം ആയോധന വിദ്യകളുടെ ആദിമ പിതാവ് ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ കളരിപ്പയറ്റിൽ നിന്നാണ് ഈ ആയോധന വിദ്യകൾ ഉരുത്തിരിയുന്നത്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ബുദ്ധ, ഷാവോലിൻ, ബോധിധർമ്മ, സെൻ. ആൻഡ് ഇറ്റ്സ് യുവർ ടേൺ. സോ ഇപ്പോൾ ബസ് അമർത്തിയിരിക്കുന്നത് കോട്ടൺ ഹിൽ ടീമാണ്. ചോദ്യം വ്യക്തമായിട്ട് കേട്ടിട്ടാണ് ഉത്തരം പറയുന്നതെന്ന് വിചാരിക്കുന്നു. ആൻഡ് യുവർ ആൻസർ പ്ലീസ്. ഓപ്ഷൻ സി ബോധിധർമ്മ. ഓപ്ഷൻ സി ബോധിധർമ്മ. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എട്ടാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ സ്ക്രീനിലേക്ക് കാണാം, നോക്കാം പ്ലീസ്.
ദി ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ ഏത് രാജ്യം? ജപ്പാൻ, നോർവേ, ഓസ്ട്രേലിയ, ഗലാപാഗസ് ഐലൻഡ്സ്. ദി ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജപ്പാൻ, നോർവേ, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ഐലൻഡ്. സോ ദിസ് ഈസ് യുവർ ടൈം ബസർ. എ ആണ്, കോട്ടൺ ഹിൽ സ്കൂളാണ് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. Option B, Norway. ഓപ്ഷൻ ബി, നോർവേ. ശരിക്കും മോളെ ലുക്ക്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ഇന്ന് നമ്മൾ നേരം വെളുക്കുന്ന വരെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരൊറ്റ ചോദ്യത്തിന് തെറ്റുത്തരം പറയുന്നില്ല. അതുകൊണ്ട് സുഖമല്ലേ ഇത്, അല്ലേ? ഇങ്ങനെ പോവാം. ഓക്കെ. ഇനി നമ്മൾ നോർവേയിൽ നിന്നും നമ്മൾ വീണ്ടും നമ്മുടെ ലോക ചരിത്രത്തിലേക്കുള്ള ലോകയാത്രകൾ നമ്മൾ തുടരുകയാണ്. നമ്മൾ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജർമ്മനി, ഓസ്ട്രിയ ഒക്കെ പോയി നോർവേയിലെത്തിയിരിക്കുകയാണ്. ഇനി നോർവേയിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു. അതിനു മുമ്പായി ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. സോ വാച്ച് ഹിയർ ഓൺ സ്ക്രീൻ പ്ലീസ്. ദി ക്വസ്റ്റ്യൻ ഈസ് ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക. ജയവർദ്ധനപുര കോട്ടെ, നവൽ, രാജഗിരിയ, ന്യൂഗോഡ. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ജയവർദ്ധനപുര കോട്ട, നാവൽ, രാജഗിരിയ, ന്യൂഗോണ്ട. ഓൾ ഓഫ് യു ആർ റെഡി? റെഡി? ആൻഡ് ദിസ് ഈസ് യുവർ ടൈം ബസർ. ഈ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് ചോദിച്ചത് കേട്ടോ. ആൻഡ് യുവർ ആൻസർ പ്ലീസ്. Option A, Jayawardhanapura Kota. ഓപ്ഷൻ എ, ജയവർദ്ധനപുര കോട്ട. ഓക്കെ. നമ്മളങ്ങനെ നോർവേയിലൊക്കെ പോയിട്ട് നമ്മൾ ശ്രീലങ്കയിലേക്ക് എത്തി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം പ്ലീസ്. വെരി ഗുഡ്, വെരി ഗുഡ്.